മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട തുറന്നു. നിയുക്ത മേൽശാന്തിമാർക്കായി ചുമതല കൈമാറി നിലവിലെ മേൽശാന്തിമാർ ഇന്ന് മലയിറങ്ങും. മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സർക്കാരിന്റെ പൂർണ്ണ സഹകരണത്തോടെ സുഖകരമായ ശബരി ദർശനത്തിനായി അയ്യപ്പന്മാർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയതായി ദേവസ്വം അധികൃതരും അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ബിജേഷ് ടെലിഫോണിൽ ചേരുകയാണ്. ബിജേഷ്, ആദ്യ ദിനം തീർത്ഥാടകരുടെ ഒഴുക്കുണ്ടോ? എന്തൊക്കെ ഒരുക്കങ്ങളാണ് അവിടെ പൂർണ്ണമായിരിക്കുന്നത്? ഒപ്പം തന്നെ ഇന്ന് ശബരിമലയിൽ എന്തൊക്കെ ചടങ്ങുകളാണ് ഇനി ബാക്കിയുള്ളത്? ജഗത്ത് വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠരര് രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ES ശങ്കരൻ നമ്പൂതിരിപ്പാട് ശ്രീകോവിൽ ശേഷം ആചാരപ്രകാരം ആദിയിലേക്ക് അഗ്നി പകർന്നതോടെയാണ് മണ്ഡലകാലത്തിന് തുടക്കമായത്. അതിനുശേഷം 18ാം പടിക്ക് താഴെ ഇരുമുടിയുമായി എത്തിയ നിയുക്ത മേൽശാന്തിമാരെ പടിയിറങ്ങുന്ന മേൽശാന്തി സ്വീകരിച്ച് 18 പടികളും കയറ്റി ശ്രീകോവിലിന് മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. പിന്നീട് അതിനുശേഷമാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ സന്നിധാനത്തിൽ നടന്നതും. ശബരിമല മേൽശാന്തിയുടെ സ്ഥാനാരോഹണം സന്നിധാനത്തും, മാളികപ്പുറം മേൽശാന്തിയുടെ സ്ഥാനാരോഹണം മാളികപ്പുറത്തും നടന്നു. ഇതിനും തന്ത്രി കണ്ഠരര് രാജീവ് മുഖ്യ കാർമ്മികത്വം വഹിക്കുകയും ചെയ്തിരുന്നു. നമുക്കറിയാം, എല്ലാ വർഷവും നമ്മൾ മലയാളികളെക്കാൾ കൂടുതൽ അന്യ സംസ്ഥാനത്ത് നിന്നുള്ള അയ്യപ്പന്മാരാണ് ആദ്യ ദിനം ശബരിമലയിൽ ദർശനത്തിന് എത്താറുള്ളത്. ഇത്തവണയും അതിന് യാതൊരു മുടക്കവും വരാതെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പന്മാർ തന്നെയാണ് ഇത്തവണയും എത്തിയത്. അവരുടെ ഒരു വലിയ നിര തന്നെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇന്ന് മറ്റ് ചടങ്ങുകൾ ഒന്നും തന്നെയില്ല. രാത്രി 10 മണിക്ക് ഹരിവരാസനം ചൊല്ലി നട അടക്കുന്നതോടെ ഇപ്പോൾ ഉള്ള മേൽശാന്തിമാർ പടിയിറങ്ങും. നാളെ വൃശ്ചികം 1. നാളെ മുതൽ പുതിയ മേൽശാന്തിമാരായിരിക്കും നട തുറന്ന പൂജകൾ നടത്തുക. അതോടൊപ്പം തന്നെ ഇന്ന് മറ്റു പൂജകളൊന്നും തന്നെ ഇല്ലാത്തതിനാൽ രാത്രി നടയടച്ച് നിലവിലുള്ള മേൽശാന്തിമാർ പടിയിറങ്ങുകയും ചെയ്യും. ശബരിമലയിൽ നിന്ന് ബിജേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വയനാട്ടിൽ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള പ്രദേശങ്ങളിൽ ഖനന പ്രവർത്തനങ്ങൾ നിരോധിച്ച് കഴിഞ്ഞ ഓഗസ്റ്റ് 2 പുറത്തിറക്കിയ ഉത്തരവ് അട്ടിമറിക്കപ്പെട്ടു. ബത്തേരി താലൂക്കിലെ അമ്പലവയൽ വില്ലേജിൽപ്പെട്ട ആറാട്ടുപാറ, കൃഷ്ണഗിരി വില്ലേജിലെ കൊളകൻപാറ, ഫാൻഡം റോക്ക് എന്നിവിടങ്ങളിൽ ക്വാറി ക്രഷർ പ്രവർത്തനങ്ങൾ വിലക്കി മുൻ ജില്ലാ കളക്ടർ കേശവേന്ദ്രകുമാർ പുറത്തിറക്കിയ ഉത്തരവാണ് അട്ടിമറിക്കപ്പെട്ടത്. വ്യവസ്ഥകൾ മാറ്റിമറിച്ച് ഇത് സംബന്ധിച്ച് പുതിയ ഉത്തരവ് ജില്ലാ ഭരണകൂടം പുറത്തിറക്കി. പാരിസ്ഥിതിക പ്രാധാന്യം കണക്കിലെടുത്ത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ എന്ന നിലയിൽ മുൻ ജില്ലാ കളക്ടർ കേശവേന്ദ്രകുമാർ പുറത്തിറക്കിയ ഉത്തരവാണ് തകിടം മറിഞ്ഞത്. സെപ്റ്റംബർ 8 ഇപ്പോഴത്തെ ജില്ലാ കളക്ടർ BS തിരുമേനി പുറത്തിറക്കിയ ഉത്തരവ് നേരത്തെയുള്ള നിയന്ത്രണങ്ങൾക്ക് വലിയ ഇളവുകളാണ് നൽകിയിട്ടുള്ളത്. അമ്പലവയൽ വില്ലേജിലെ ആറാട്ടുപാറയുടെ 1 കിലോമീറ്റർ ദൂരപരിധിയിൽ നേരത്തെ ഖനനം നിരോധിക്കപ്പെട്ടെങ്കിൽ പുതിയ ഉത്തരവിൽ 200 മീറ്റർ ആകാശപരിധിയായി കുറഞ്ഞു. ഇതോടെ നിരവധി ക്വാറികൾ നിരോധന പരിധിയിൽ നിന്ന് ഒഴിവായി. ആറാട്ടുപാറയ്ക്ക് പുറമെ ഫാൻഡറോക്ക്, കൊളകപ്പാറ എന്നിവയുടെ 200 മീറ്റർ പരിധിയിലും പഴയ ഉത്തരവ് പ്രകാരം നിരോധനമുണ്ടായിരുന്നു. അമ്പലവയൽ വില്ലേജിൽ 7 വലിയ പാറക്കെട്ടുകളിൽ ചരിത്ര പ്രാധാന്യമുള്ള എടക്കൽ ഗുഹ വരെ സ്ഥിതി ചെയ്യുന്നുണ്ട്. മുൻ ഉത്തരവ് പ്രകാരം ഇവിടങ്ങളിലെ 90% ഖനന പ്രവർത്തനങ്ങൾക്കും നിരോധനം ബാധകമായിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ കളക്ടർ പുറപ്പെടുവിച്ചതും രഹസ്യമായി വച്ചിരിക്കുന്നതുമായ ഉത്തരവ് പ്രകാരം ഇത് 5% കുറയും. അമ്പലവയൽ വില്ലേജിൽ വൻ പാറക്കെട്ടുകൾക്ക് സമീപത്തായി മൈനിങ് ആൻഡ് മരാമത്ത് സൊസൈറ്റിയുടെ 29 ക്വാറികളും റവന്യൂ പട്ടയഭൂമികളിലായി 60 ക്വാറികളുമാണുള്ളത്. പലതും മാനദണ്ഡങ്ങൾ പാലിക്കാതെയുമാണ് പ്രവർത്തിക്കുന്നത്. പുതിയ ഉത്തരവോടെ ഖനന മാഫിയകൾ ജില്ലയിൽ വീണ്ടും സജീവമാകും. അനൂപ് KR, വയനാട്. പാലക്കാട് കടമ്പഴിപ്പുറത്ത് വീട്ടിനുള്ളിൽ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തി. മോഷണ ശ്രമത്തിനിടെ കൊല ചെയ്യപ്പെട്ടതെന്നാണ് സൂചന. ചീരപ്പത്ത് വടക്കേക്കര വീട്ടിൽ ഗോപാലകൃഷ്ണൻ, ഭാര്യ തങ്കമണി എന്നിവരാണ് മരിച്ചത്. രാവിലെ റബ്ബർ വെട്ടാനെത്തിയ തൊഴിലാളി വീട് പൂട്ടിക്കിടക്കുന്നത് കണ്ട് സമീപവാസികളെ വിവരമറിയിക്കുകയായിരുന്നു. വീടിന്റെ വാതിലുകൾ പുറത്തുനിന്ന് പൂട്ടിയ നിലയിലാണ് കാണപ്പെട്ടത്. പോലീസെത്തി വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോഴാണ് 2 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ദേഹമാസകലം മുറിവേറ്റ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ. വീടിന്റെ ഓട് നീക്കിയാണ് അക്രമികൾ വീടിനുള്ളിൽ കടന്നത്. ഇതിനായി ഉപയോഗിച്ച പ്ലാസ്റ്റിക് കയർ പോലീസ് കണ്ടെടുത്തു. ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും വീട്ടിൽ പരിശോധന നടത്തി. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A. ശ്രീനിവാസ് അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലം പരിശോധിച്ചു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി വൈകിട്ടോടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇവരുടെ 2 മക്കളിൽ മകൾ ചെന്നൈയിലെ IT കമ്പനിയിലും മകൻ US-ലുമാണ് ജോലി ചെയ്യുന്നത്. ഇവർ നാട്ടിലെത്തിയ ശേഷം സംസ്കാര ചടങ്ങുകൾ നടക്കും. കൊലപാതകത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ നടപടികൾ എടുക്കുമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ ആശുപത്രി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 23 ഏക്കർ സ്ഥലം മാത്രമാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിനുള്ളത്. ഇതിനകത്ത് മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം ഒരുക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. നിയമിച്ച ഡോക്ടർമാർ തന്നെ ആശുപത്രിയിൽ എത്താതിരിക്കുന്നതിന്റെ സാഹചര്യം സർക്കാർ ഗൗരവത്തോടെ കാണുന്നുണ്ട്.
പരിമിതികൾക്കകത്തുനിന്ന് ജനോപകാരപ്രദമാക്കാനുള്ള നടപടികളായിരിക്കും സർക്കാർ സ്വീകരിക്കുകയെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. അവിടെ പശ്ചാത്തല സൗകര്യ വികസനം ഇനിയും വളരെ കൂടുതൽ ആവശ്യമാണ്. നല്ല സൗകര്യമുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ വേണം. മറ്റ് രീതിയിലുള്ള ക്വാർട്ടേഴ്സ്, അതുപോലെ തന്നെ ഹോസ്റ്റലുകൾ, മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പരിശോധനയുടെ നിബന്ധനകൾ വെച്ച് അതിനാവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ അവിടെയെല്ലാം ക്രമീകരിക്കണമെങ്കിൽ കോടിക്കണക്കിന് രൂപയും വേണം. അതുപോലെ തന്നെ ഒരുപാട് സ്റ്റാഫ് ക്രിയേഷനും നടക്കേണ്ടതായിട്ടുണ്ട്, പുതിയ പോസ്റ്റ് ക്രിയേഷൻ നടക്കേണ്ടതായിട്ടുണ്ട്. ആരോഗ്യവകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥരോടൊപ്പം ആശുപത്രി സന്ദർശിച്ച ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. അഡ്വക്കേറ്റ് എം ഉമ്മർ MLA യും മന്ത്രിയോടൊപ്പമുണ്ടായിരുന്നു. മഞ്ചേരി നിവാസികൾ ആരോഗ്യമന്ത്രിയുടെ സന്ദർശനത്തിൽ ഏറെ പ്രതീക്ഷയിലാണ്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. കേന്ദ്ര സർക്കാരിന്റെ നോട്ട് പിൻവലിക്കൽ നടപടി സംസ്ഥാനത്തെ ടൂറിസം മേഖലയ്ക്ക് വൻ തിരിച്ചടിയായി. സീസൺ ആരംഭിച്ചിട്ടും മൂന്നാറിലെത്തിയ വിദേശികളടക്കമുള്ള വിനോദസഞ്ചാരികൾ കയ്യിലുള്ള നോട്ടുകൾ മാറാനാകാതെ ബുദ്ധിമുട്ടുകയാണ്. നാളിതുവരെ കണ്ടിട്ടില്ലാത്ത പ്രതിസന്ധിയുടെ നടുവിലാണ് സംസ്ഥാനത്തെ ടൂറിസം മേഖല. ദിവസങ്ങളായി തുടരുന്ന കറൻസി പ്രശ്നം അക്ഷരാർത്ഥത്തിൽ മൂന്നാറിലെ ടൂറിസം മേഖലയെ സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. പ്രതിദിനം 1000 മുതൽ 5000 വരെ വിനോദസഞ്ചാരികൾ എത്തുന്ന ഇവിടേക്ക് കഴിഞ്ഞ 2 ദിവസമായി എത്തുന്നത് വിരലിൽ എണ്ണാവുന്നവർ മാത്രം. മൂന്നാറിലെത്തിയ വിദേശികൾ അടക്കമുള്ളവർ ATMന് മുന്നിൽ നീണ്ട നേരം കാത്തിരുന്ന് കിട്ടുന്ന തുച്ഛമായ പണം താമസ സ്ഥലത്തെ വാടക കൊടുക്കാൻ പോലും തികയാത്ത സ്ഥിതിയിലാണ്. The money, so for a few days we couldn't go to restaurant and couldn't take rickshaw to do trip around Munnar, and we had to go to the bank 3 times to change the cash we had, and to go to the ATM every day. It's a really problem for us. വിദേശികളടക്കമുള്ള വിനോദസഞ്ചാരികളുടെ പക്കൽ പിൻവലിച്ച 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ ധാരാളമായുണ്ട്. ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഇന്ത്യയിലെത്തിയ ഇക്കൂട്ടർക്ക് ചായ കുടിക്കാൻ പോലും പണമില്ലാത്ത അവസ്ഥയാണെന്ന് കച്ചവടക്കാരും പറയുന്നു. നിലവിൽ വന്ന ടൂറിസ്റ്റുകളെല്ലാം ശരിക്കും ബുദ്ധിമുട്ടിലാണ് പറയാൻ കാരണം ഇവിടെ വന്ന് ATMൽ പൈസയ്ക്ക് വേണ്ടി പോയി ക്യൂ നിന്നിട്ടും പൈസ കിട്ടുന്നില്ല. അതുപോലെ ഏറ്റവും കൂടുതൽ ചുറ്റുന്നത് ഫോറിൻ ഗസ്റ്റുകളാണ്. അവര് വന്ന് അവരിൽ 500-1000 ഉണ്ട്, പക്ഷെ അവർക്ക് ചായ കുടിക്കാൻ പോലും വേറെ നിവൃത്തിയില്ല. നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മൂന്നാറിന്റെ ടൂറിസം സീസൺ ഇത്തവണ തകിടമറിയുമെന്ന കടുത്ത ആശങ്കയിലാണ് ഈ മേഖലയെ ആശ്രയിച്ചു കഴിയുന്നവർ. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. നോട്ട് പ്രതിസന്ധിക്കിടെ സംസ്ഥാനത്ത് എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് സഹായവുമായി ടൂറിസം വകുപ്പ്. ഇവരെ സഹായിക്കാനായി ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കാൻ ജില്ലാ കളക്ടർമാർക്ക് വകുപ്പ് മന്ത്രി AC മൊയ്തീൻ നിർദ്ദേശം നൽകി. നോട്ടുകൾ പ്രാദേശിക തലത്തിൽ മാറ്റിയെടുക്കാൻ സഹായിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ടൂറിസം സീസണിൽ വിനോദസഞ്ചാരികൾ വൻതോതിൽ എത്തിത്തുടങ്ങിയ സാഹചര്യത്തിലാണ് നോട്ടു പ്രതിസന്ധി ഉടലെടുത്തത്. ഇത് പ്രധാനമായും വിനോദസഞ്ചാരികളെയാണ് ആകെ വലച്ചത്. നോട്ടു പ്രതിസന്ധി സാരമായി ടൂറിസം മേഖലയെ ബാധിച്ചതായാണ് കണക്ക്. ഇതേ തുടർന്നാണ് പ്രതിസന്ധി പരിഹരിക്കാൻ വിനോദസഞ്ചാരികൾക്ക് സഹായവുമായി വകുപ്പ് ഇടപെടൽ നടത്തുന്നത്. സംസ്ഥാനത്തു തന്നെ സഞ്ചാരികൾക്ക് നോട്ടുകൾ മാറാൻ പ്രാദേശിക തലത്തിൽ ബാങ്കുകളിൽ സഹായിക്കുമെന്ന് ടൂറിസം മന്ത്രി AC മൊയ്തീൻ പറഞ്ഞു. വരുന്ന വിദേശികൾ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികൾക്ക്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ വരുന്ന ആളുകൾക്ക് പണം മാറ്റിയെടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രാദേശികമായി അവരെ സഹായിക്കാൻ ടൂറിസം വകുപ്പിൻ്റെ ഒരു ഉദ്യോഗസ്ഥനെ തന്നെ ചുമതലപ്പെടുത്തി ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. വിനോദസഞ്ചാരികളെ സഹായിക്കാൻ വേണ്ടി ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കാൻ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർമാർക്കും ടൂറിസം ജില്ലാ ഓഫീസർമാർക്കും മന്ത്രി നിർദ്ദേശം നൽകി. അടുത്ത ഒരാഴ്ച ആവശ്യമായ സഹായത്തിനായി മറ്റ് വകുപ്പുകളുടെ സഹായം തേടുമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സാമൂഹിക സാംസ്കാരിക സാഹിത്യ മേഖലയിൽ സമഗ്ര സംഭാവന നൽകിയ മഹത് വ്യക്തിത്വങ്ങൾക്കുള്ള പ്രഥമ ദേശാഭിമാനി പുരസ്കാരം പ്രഖ്യാപിച്ചു. MD വാസുദേവൻ നായരാണ് പ്രഥമ ദേശാഭിമാനി പുരസ്കാരത്തിന് അർഹനായത്. 2 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. കേരളത്തിന്റെ യശസ് ഉയർത്തിയ സാഹിത്യ സാംസ്കാരിക സംഭാവനകൾ കണക്കിലെടുത്താണ് MDയെ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തതെന്ന് ദേശാഭിമാനി ചീഫ് എഡിറ്റർ MV ഗോവിന്ദൻ മാസ്റ്റർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ദേശാഭിമാനി ജനറൽ മാനേജർ KJ തോമസ്, റെസിഡന്റ് എഡിറ്റർ മനോജ്, പ്രസ് അക്കാദമി ചെയർമാൻ RS ബാബു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ദേശാഭിമാനിയുടെ പ്രഥമ പുരസ്കാരം MDക്ക് നൽകുന്നതിനൊപ്പം 2017 ഫെബ്രുവരിയിൽ കോഴിക്കോട് വിപുലമായ MD സാഹിത്യോത്സവം സംഘടിപ്പിക്കുമെന്നും പ്രതിനിധികൾ പറഞ്ഞു. ആലപ്പുഴ നഗരസഭയിലെ അഴിമതികൾക്കെതിരെ LDF കൗൺസിലർമാർ ഉപവാസ സമരം നടത്തി. CPIM ജില്ലാ സെക്രട്ടറി സജി ചെറിയാൻ സമരം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 1 വർഷക്കാലമായുള്ള ആലപ്പുഴ നഗരസഭാ ഭരണത്തിനെതിരെയാണ് LDF കൗൺസിലർമാർ ഉപവാസ സമരം ആരംഭിച്ചത്.
കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പല പദ്ധതികളും ആലപ്പുഴ നഗരസഭ നഷ്ടപ്പെടുത്തിയതായി LDF കുറ്റപ്പെടുത്തി. മാത്രമല്ല, കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം ലോകബാങ്ക് നഗരസഭയ്ക്ക് അനുവദിച്ച 3 കോടി രൂപയും നഷ്ടമായി. ഇത്തരത്തിൽ നാടിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കാത്ത നഗരസഭ ഭരണത്തിനെതിരെയാണ് ഉപവാസ സമരം നടന്നത്. CPM ജില്ലാ സെക്രട്ടറി സജി ചെറിയാൻ സമരം ഉദ്ഘാടനം ചെയ്തു. പുതിയ നഗരസഭയുടെ ഭാരവാഹികളുടെ കയ്യിൽ LED പദ്ധതി കൊടുത്തത് നഗരസഭയുടെ കീഴിൽ റിലയൻസ് കമ്പനി കേബിൾ കുഴിച്ചിട്ടതിൽ കോടികളുടെ അഴിമതി നടന്നതായും ആരോപണമുണ്ട്. കഴിഞ്ഞ 1 വർഷക്കാലമായി LDF കൗൺസിലർമാർ നടത്തിവന്ന സമരത്തിന്റെ ഭാഗമായാണ് ഉപവാസ സമരം നടന്നത്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കോഴിക്കോട് ചെറൂട്ടി റോഡിൽ ട്രാൻസ്ഫോമറിന് തീയിടാൻ ശ്രമം. ട്രാൻസ്ഫോമറിനടുത്ത് ടയറും ചപ്പുചവറും കൂട്ടിയിട്ട് കത്തിച്ചു. സംഭവത്തെ തുടർന്ന് സമീപത്തെ ബാങ്കുകളിലടക്കം വൈദ്യുതി നിലച്ചു. പുലർച്ചെ 1:30യോടെയാണ് ചെറൂട്ടി റോഡിൽ ട്രാൻസ്ഫോമറിനടുത്ത് തീയാളുന്നത് കണ്ടത്. സ്ഥലത്തെ വിവിധയിടങ്ങളിലായി 3 ട്രാൻസ്ഫോമറിനടുത്താണ് ടയറും ചപ്പുചവറും കൂട്ടിയിട്ട് കത്തിച്ചത്. സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും ആരാണിത് ചെയ്തതെന്ന് വ്യക്തമല്ല. അതേസമയം ബാങ്കുകളും വ്യാപാര സ്ഥാപനങ്ങളും നിരവധിയുള്ള ചെറൂട്ടി റോഡിൽ ട്രാൻസ്ഫോമറിന് തീയിട്ടത് അട്ടിമറി ശ്രമമാണെന്നും ആരോപണമുണ്ട്. സംഭവത്തെ തുടർന്ന് ട്രാൻസ്ഫോമർ ഓഫാക്കിയതിനാൽ ചെറൂട്ടി റോഡിലെ വിവിധ ബാങ്കുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വൈദ്യുതിയില്ല. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഉത്തർപ്രദേശിൽ മലയാളി ബാലന് വെടിയേറ്റതായി പരാതി. കഴിഞ്ഞ ദീപാവലി ദിവസമാണ് രാത്രി 10:30ഓടെ വെടിയേറ്റത്. കൊല്ലം സ്വദേശികളായ നിഷ തോമസ് പെരേര ദമ്പതികളുടെ മകൻ 12 വയസ്സുള്ള നോയൽ തോമസിനാണ് വെടിയേറ്റത്. കൊല്ലത്തെ ബന്ധുക്കൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ദീപാവലി ആഘോഷത്തിനിടെ പടക്കം പൊട്ടിയാണ് പരിക്ക് പറ്റിയെന്ന് കരുതിയാണ് രക്ഷിതാക്കൾ കുട്ടിയെ ലക്നൌവിലെ കിങ് ജോർജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വിദഗ്ധ പരിശോധനയിൽ നോയലിന്റെ കഴുത്തിൽ വെടിയേറ്റതായി കണ്ടെത്തുകയും പിന്നീട് വെടിയുണ്ട നീക്കം ചെയ്യുകയും ചെയ്തു. ആശുപത്രി അധികൃതർ സംഭവം പോലീസിനെ അറിയിച്ചിരുന്നു. വെടിയുണ്ട ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു. എന്നാൽ സംഭവം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും വെടിവെച്ചത് ആരാണെന്ന് കണ്ടെത്താൻ ലക്നൌ പോലീസ് തയ്യാറായില്ലെന്ന് ബന്ധു വിനു പറഞ്ഞു. നോയൽ തോമസിന് ലക്നൌവിലെ അലിഗഞ്ചിൽ വെച്ച് വെടിയേൽക്കുകയുണ്ടായി. തുടർന്ന് ലക്നൌ കിങ് ജോർജ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ അത്യാസന്ന നിലയിൽ 15 ദിവസമായി രോഗി തുടരുകയാണ്. നോയലിന്റെ മുത്തശ്ശി കൊല്ലം പേരയം സ്വദേശിനി വിമല എഡ്വേർഡ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ വഴി മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകിയിട്ടുണ്ട്. കേരള DGP ഉത്തർപ്രദേശ് DGPക്ക് പരാതി കൈമാറി. തോമസ് പെരേരയും കുടുംബവും കഴിഞ്ഞ 4 വർഷമായി ലക്നൌവിലാണ് താമസം. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. തൃശൂർ അമലനഗറിൽ 5ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച കോൺഗ്രസ് പ്രവർത്തകൻ അറസ്റ്റിലായി. അയ്യന്തോൾ നെഹ്റു കേന്ദ്രത്തിലെ ജീവനക്കാരനായ ജോസാണ് പിടിയിലായത്. ജില്ലയിലെ ഏക കോൺഗ്രസ് MLAയുടെ അനുയായിയാണ് പീഡനക്കേസിൽ അറസ്റ്റിലായത്. അമലനഗറിലെ കോൺഗ്രസ് പ്രവർത്തകനും അയ്യന്തോൾ നെഹ്റു യുവകേന്ദ്രത്തിലെ ജീവനക്കാരനുമായ ജോസാണ് പിടിയിലായത്. കോൺഗ്രസ് സജീവ പ്രവർത്തകനായ ജോസ് കഴിഞ്ഞ 1 വർഷത്തോളമായി 5 വയസ്സുകാരിയെ പീഡിപ്പിച്ചുവെന്നാണ് പരാതി. സ്കൂളിൽ അധ്യാപകരും ചൈൽഡ് ലൈൻ പ്രവർത്തകരും നടത്തിയ കൌൺസിലിംഗിലാണ് വിവരം പുറത്തറിഞ്ഞത്. പീഡന വിവരം പുറത്തു പറഞ്ഞാൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഇല്ലായ്മ ചെയ്യുമെന്ന് ജോസ് ഭീഷണിപ്പെടുത്തിയതായും കുട്ടിയുടെ അമ്മ പരാതി നൽകി. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ യൂണിയൻ നേതാവ് കൂടിയാണ് പ്രതി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരിയിലെ UDF സ്ഥാനാർത്ഥിയുടെ പ്രചരണ പ്രവർത്തനങ്ങളിൽ ജോസ് സജീവമായി പങ്കെടുത്തിരുന്നു. യുവനേതാവ് MLA ആയപ്പോഴും ജോസ് ഒപ്പമുണ്ടാകാറുണ്ട്. കുട്ടികൾക്കെതിരായ ലൈംഗിക കുറ്റകൃത്യങ്ങൾ തടയാനുള്ള പോസ്കോ നിയമപ്രകാരമാണ് പേരാമംഗലം പോലീസ് കേസെടുത്തത്. അറസ്റ്റിലായ ജോസിനെ കോടതി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നോട്ട് പിൻവലിച്ചതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി 7ാം ദിവസവും ജനങ്ങളെ വലച്ചു. ATMകളിൽ ഇന്നും പണമില്ല. സംസ്ഥാനത്തിന്റെ വരുമാന സ്രോതസ്സുകളിലും വൻ ഇടിവാണ് രേഖപ്പെടുത്തിയത്. 500 രൂപ 1000 രൂപ നോട്ടുകൾ പിൻവലിച്ച് ദിവസം 7ആയിട്ടും സംസ്ഥാനത്ത് ബാങ്ക് ഇടപാടുകളിലെ പ്രതിസന്ധിക്ക് വിരാമമായിട്ടില്ല. പല ബാങ്കുകളിലും ഇടപാടുകൾ നടത്താൻ ആവശ്യത്തിന് പണമില്ലാത്തത് ജീവനക്കാർക്കിടയിലും ബുദ്ധിമുട്ടായിട്ടുണ്ട്. പണം നിക്ഷേപിക്കാനും മാറിയെടുക്കാനുമായി എത്തുന്ന 100 കണക്കിന് ആളുകൾ പണം ലഭിക്കാതെ മടങ്ങുന്ന കാഴ്ചയും 7ാം ദിവസത്തിൽ മുഴച്ചു നിന്നു. മിക്ക ATM കൗണ്ടറുകളിലും പണമില്ലാത്തതിനെ തുടർന്ന് ഉച്ചവരെ അടച്ചിട്ടു. SBI, SBT ബാങ്കുകളിലെ ATMകളിൽ മാത്രമാണ് പണം തീരുന്ന മുറയ്ക്ക് നിറയ്ക്കുന്ന പ്രക്രിയ നടക്കുന്നത്. 2500 രൂപ വരെ ATMകളിൽ നിന്ന് പിൻവലിക്കാമെന്ന് പ്രതീക്ഷിച്ചെത്തിയവർക്ക് 500ഉം 300ഉം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ബാങ്കുകൾ 4 മണിവരെ പ്രവർത്തിച്ചുവെങ്കിലും ക്യൂവിന്റെ നീളം 6ാം ദിവസത്തേക്കാൾ കൂടിയിരുന്നു. മധ്യ കേരളത്തിൽ രാവിലെ മുതൽ തന്നെ ATMകൾ കാലിയായി. പല ബാങ്കുകളിലും പണമില്ലാത്തതിനെ തുടർന്ന് പണമിടപാടുകൾ തടസ്സപ്പെട്ടു. മണിക്കൂറുകളോളം നീണ്ട ക്യൂവിലകപ്പെട്ടവർ പണം ലഭിക്കാത്തതിനാൽ രോഷാകുലരായി. പല ATM കൗണ്ടറുകളും പ്രവർത്തനരഹിതമായത് ആളുകളെ കൂടുതൽ കഷ്ടത്തിലാക്കി. മലബാർ ജില്ലകളിൽ പണത്തിനായി ഒരു ATMൽ നിന്ന് മറ്റൊന്നിലേക്ക് കാർഡുമായി ഓടുന്നവർ കുറവല്ലായിരുന്നു. തലസ്ഥാന ജില്ലയിൽ 2000 രൂപ നോട്ടുകൾ SBTയുടെ ATM കൗണ്ടറുകളിൽ നിറച്ചു.
2000 രൂപ ലഭിച്ചാലും അത് മാറിയെടുക്കുന്നതിന്റെ ബുദ്ധിമുട്ട് കാരണം പലരും ആ വഴിക്ക് പോയിട്ടില്ല. 500 രൂപ 1000 രൂപ നോട്ടുകൾ മാറി നൽകുന്നതിൽ ഇടപാടുകാരുടെ കയ്യിൽ മഷി പുരട്ടുന്ന കേന്ദ്ര സർക്കാരിന്റെ പുതിയ തീരുമാനം അടുത്ത ദിവസം നടപ്പിലാകുമോ എന്ന ആശങ്ക ജനങ്ങൾക്കും ബാങ്ക് ജീവനക്കാർക്കുമുണ്ട്. സംസ്ഥാനത്ത് 7 ദിവസമായിട്ടും ജനങ്ങൾ ഇപ്പോഴും നോട്ടുകൾ മാറിയെടുക്കുന്നതിനും പണത്തിനും വേണ്ടി നെട്ടോട്ടമോടുന്ന കാഴ്ചയാണ് കാണുന്നത്. തലസ്ഥാനത്ത് 2000 രൂപയുടെ നോട്ടുകൾ ATM-കൾ ഇൻസേർട്ട് ചെയ്തു എന്നതാണ് പുതുതായി വന്ന ഡെവലപ്മെന്റ്. ക്യാമറാമാൻ രാഹുൽ ചന്ദ്രനൊപ്പം സുനിൽ അരി. സംസ്ഥാനത്തെ സഹകരണ മേഖലയെ തകർക്കാൻ കേന്ദ്ര നീക്കം വഴിയൊരുക്കുമെന്ന് വിലയിരുത്തൽ. എന്നാൽ പ്രതിസന്ധി മറികടക്കാനുള്ള കരുത്ത് സഹകരണ മേഖലയ്ക്കുണ്ടെന്നും നിക്ഷേപകർക്ക് ആശങ്ക വേണ്ടെന്നും സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി. കള്ളപ്പണ നിക്ഷേപവുമായി ബന്ധപ്പെട്ട ഏതു തരത്തിലെ പരിശോധനയ്ക്കും സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങൾ തയ്യാറാണെന്നും സഹകരണ മന്ത്രി പറഞ്ഞു. അസാധുവാക്കിയ നോട്ടുകളുടെ കൈമാറ്റത്തിനും നിക്ഷേപത്തിനുമുള്ള ജില്ലാ സഹകരണ ബാങ്കുകളുടെ അധികാരമാണ് കഴിഞ്ഞ ദിവസത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഉത്തരവ് റദ്ദാക്കിയത്. RBIയുടെ ഈ തീരുമാനം സംസ്ഥാനത്തെ സഹകരണ മേഖലയെ തകർക്കാനുള്ള നീക്കമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കള്ളപ്പണം തിരിച്ചറിയാനുള്ള സാങ്കേതിക സംവിധാനം സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങൾക്കില്ലെന്നാണ് കേന്ദ്രം വാദിക്കുന്നത്. എന്നാൽ കള്ളപ്പണ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലെ പരിശോധനയ്ക്കും സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങൾ തയ്യാറാണെന്ന് സഹകരണ മന്ത്രി AC മൊയ്തീൻ വ്യക്തമാക്കി. കള്ളപ്പണത്തിനെതിരായിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റ് നിലപാടുകളെന്ന് ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടില്ല. ആദായ നികുതി നിയമം ലംഘിക്കുന്ന ആരുണ്ടെങ്കിലും അതിനെക്കുറിച്ച് പരിശോധിക്കാം. ഞങ്ങളതിനെ തടഞ്ഞിട്ടില്ല. ഗവൺമെന്റ് സമീപനം അത് പരിശോധിക്കണം. നികുതി വലയത്തിൽ നിന്ന് പുറത്തുള്ള ആളുകളുണ്ടോ? പരിശോധിക്കട്ടെ. നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ സംസ്ഥാനത്തെ സഹകരണ മേഖലയ്ക്ക് കരുത്തുണ്ട്. സഹകരണ സ്ഥാപനങ്ങളിൽ നിക്ഷേപം നടത്തിയവർ ആശങ്കപ്പെടേണ്ടതില്ലെന്നും അവരുടെ പണം സുരക്ഷിതമാണെന്നും മന്ത്രി പറഞ്ഞു. നിക്ഷേപത്തിനൊന്നും ഒരു സുരക്ഷിതത്വക്കുറവുണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ താൽക്കാലിക പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധിയുടെ ഭാഗമായി സഹകരണ ബാങ്കിലെ ഇടപാടുകാർ വഴിമാറിപ്പോവും. അതേസമയം കഴിഞ്ഞ ദിവസം വരെയായി പ്രാഥമിക സഹകരണ സംഘങ്ങൾ 2800 കോടി രൂപയുടെ അസാധുവാക്കിയ നോട്ടുകളാണ് ശേഖരിച്ചത്. ജില്ലാ സഹകരണ ബാങ്കുകളാണ് ഇവ ഏറ്റെടുക്കേണ്ടത്. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ RBI ഉത്തരവ് ജില്ലാ സഹകരണ ബാങ്കുകളിൽ നിന്നും ആ അധികാരം എടുത്തുമാറ്റിയതുകൊണ്ട് ഈ പണം എന്തു ചെയ്യുമെന്നതാണ് പ്രാഥമിക സംഘങ്ങളുടെ ആശങ്ക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരളത്തിലെ സഹകരണ ബാങ്കുകളെ തകർക്കാൻ ആസൂത്രിത ശ്രമം നടക്കുന്നതായി CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. സ്വകാര്യ ബാങ്കുകളെ സഹായിക്കാനാണ് ഈ നീക്കമെന്നും കോടിയേരി കുറ്റപ്പെടുത്തി. കേന്ദ്രം അടിയന്തരമായി ഇടപെടണമെന്നും കേരളത്തിലെ MP-മാർ ഒറ്റക്കെട്ടായി കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. നോട്ടുകൾ മാറി നൽകാനുള്ള അനുമതി ഉൾപ്പെടെ സഹകരണ ബാങ്കുകൾക്ക് നൽകിയ ഇളവുകൾ റദ്ദു ചെയ്തുകൊണ്ടുള്ള റിസർവ് ബാങ്ക് ഉത്തരവ് വലിയ പ്രത്യാഘാതമുണ്ടാക്കും. അതിനാൽ സഹകരണ മേഖലയിലെ പ്രവർത്തനങ്ങൾ സ്തംഭിക്കാൻ ഇടയാക്കുന്ന ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. സഹകരണ മേഖലയ്ക്കെതിരായ നീക്കം സ്വകാര്യ ന്യൂജൻ ബാങ്കുകളെ സഹായിക്കാനാണ്. കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ മൊത്തം 1 ലക്ഷം കോടിയോളം രൂപയുടെ നിക്ഷേപമുണ്ട്. ഈ നിക്ഷേപം സഹകരണ ബാങ്കിന് വരാതിരുന്ന് അത് സ്വകാര്യ ബാങ്കുകളിലേക്ക് മാറ്റുക, ന്യൂ ജനറേഷൻ ബാങ്ക് എന്ന് പറഞ്ഞ ബാങ്കുകളിലേക്ക് ഈ നിക്ഷേപം മാറ്റാനും സ്വകാര്യ ബാങ്കിംഗ് മേഖലയെ സഹായിക്കാനുമാണ് റിസർവ് ബാങ്ക് ഇത്തരത്തിലുള്ള തീരുമാനമെടുത്തിട്ടുള്ളത്. തകർക്കാനുള്ള നീക്കങ്ങളെ അതിജീവിച്ച ചരിത്രമാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾക്കുള്ളതെന്നും കോടിയേരി വ്യക്തമാക്കി. സഹകരണ ബാങ്കുകളുടെ അവകാശങ്ങൾ എടുത്തുകളഞ്ഞ RBI നടപടി ദൗർഭാഗ്യകരമെന്ന് ധനമന്ത്രി തോമസ് ഐസക് പ്രതികരിച്ചു. വൈകുന്നേരം ഇറങ്ങിയ RBIയുടെ ഉത്തരവിൽ ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് നേരത്തെ അനുവദിച്ച അവകാശം പോലും എടുത്തു കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പിന്നെ പ്രാഥമിക സഹകരണ ബാങ്കുകളുടെ കാര്യം പറയേണ്ടത് ഇത് അത്യധികം ദൗർഭാഗ്യകരമാണ്. സഹകരണ പ്രസ്ഥാനങ്ങൾക്കെതിരെ ദുഷ്പ്രചരണം നടത്തുന്ന കേരളത്തിലെ BJP നേതാക്കൾ മറുപടി പറയണമെന്നും തോമസ് ഐസക് ആവശ്യപ്പെട്ടു. സഹകരണ ബാങ്കുകൾക്കെതിരെ RBIയും കേന്ദ്ര സർക്കാരും നടത്തുന്ന നീക്കത്തിന് പിന്നിൽ BJP സംസ്ഥാന ഘടകത്തിന്റെ സമ്മർദ്ദമുണ്ട്. നിയമാനുസൃതമായി പ്രവർത്തിക്കുന്നതും സുസജ്ജവുമായ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾക്കെതിരെ നടക്കുന്ന നീക്കത്തിൽ പ്രതിഷേധവും വ്യാപകമാണ്. ദില്ലിയിൽ നിന്നും M. സന്തോഷ്. നഗരങ്ങളും ബീച്ചുകളും കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ചെറുകിട കച്ചവടക്കാർ നോട്ടുകൾ പിൻവലിച്ചതിന്റെ ദുരിതത്തിലാണ്. ദിവസങ്ങളായി കച്ചവടം കുറഞ്ഞതിനാൽ ദൈനംദിന ജീവിതം പോലും മുന്നോട്ട് കൊണ്ടുപോകാനാവാതെ പലരും പ്രതിസന്ധിയിൽ കഴിയുന്നു. റിപ്പോർട്ടുമായി ഇന്നത്തെ നാട്ടുവാർത്തകൾ സമാപിക്കുകയാണ്. നമസ്കാരം. ഓരോ ദിവസത്തെയും കച്ചവടത്തെ ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ചെറുകിട കച്ചവടക്കാർ നോട്ട് നിരോധനത്തിന്റെ പൊല്ലാപ്പ് ശരിക്കും അറിഞ്ഞു. തീരെ ആളില്ല. ആള് വരുന്ന ആൾക്കാർക്ക് ഫുള്ള് 500 നോട്ട് തന്നെയാണ്. അത് നമുക്ക് മാറിക്കൊടുക്കാൻ കഴിയില്ല. മാറിക്കൊടുക്കാൻ ഉണ്ടാവില്ല. അതുകൊണ്ട് കച്ചവടം വളരെ മോശമാണ്. നമ്മൾ വാങ്ങിച്ചാൽ നമുക്ക് സമയം തന്നെ ഇല്ല. പിന്നെ നമ്മൾ വെറുതെ ലൈൻ നിൽക്കാൻ സമയം കിട്ടുന്നില്ല. തുടർന്ന് പോയാൽ ആത്മഹത്യ കുറേ നടക്കും. അത് ഇന്ത്യയിൽ എന്തായാലും ഉണ്ടാവും, ഉറപ്പാണ്. 500 500 1,000 ഇല്ല, ഒരു പൈസ ഇല്ല. പിടിച്ചു നോക്കൂല, വേറെ പണി നോക്കേണ്ടി വരും.
നെല്ലിക്ക ഉൾപ്പെടെ ഉപ്പിലിട്ട വിഭവങ്ങളുടെ രുചിയറിയാതെ കോഴിക്കോട് ബീച്ചിലെത്തിയവർ മടങ്ങാറില്ല. എന്നാൽ കഥ മാറി. സാമ്പത്തിക പ്രതിസന്ധി മൂലം ബീച്ചിൽ ആളൊഴിഞ്ഞതോടെ തിരക്കുണ്ടായിരുന്ന രാത്രികാലങ്ങളിൽ പോലും കച്ചവടം തീരെയില്ലാതായി. ഈ ദിവസങ്ങളിൽ വളരെ തിരക്ക് കുറവാണ്. 100-500 ഈ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ കണ്ടമാനം ആൾ വരും. അപ്പോൾ നമ്മൾ എടുക്കാറില്ല, കാരണം നമുക്ക് മാർക്കറ്റിൽ പോകുന്നില്ല. പലരും വർഷങ്ങളായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആശ്രയിച്ചിരുന്ന തൊഴിൽ ഉപേക്ഷിക്കാനുള്ള ഒരുക്കത്തിലാണ്. തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഇവരിൽ പലരും കുടുംബം പുലർത്തുന്നത്. നോട്ട് പിൻവലിച്ചത് മൂലമുണ്ടായ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കുമെന്ന് ഇവർക്കറിയില്ല. കോഴിക്കോട് ബീച്ചിൽ നിന്നും ക്യാമറാമാൻ ഇക്ബാൽ വട്ടംകുളത്തിനോടൊപ്പം സിജു കണ്ണൻ.